ജില്ലയിൽ അവശേഷിക്കുന്ന കൃഷിഭൂമിയാണ് ചെറുപുഴക്കരയിലെ വെള്ളന്നൂരിലേത്. വെള്ളന്നൂരിൽ കൃഷിയിൽ സ്വയം ഗവേഷണം നടത്തി മികച്ച ഗവേഷക പട്ടം ചൂടിയ മേക്കടക്കാവിൽ മണിയുടെ പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും നമുക്ക് സന്ദർശിക്കാം. ബെസ്റ്റ് PTD ഫാർമർ പുരസ്കാരം നേടിയ മണി എന്ന കൃഷ്ണന്റെ കാർഷിക ലോകം നമുക്ക് കാണാം. പൂക്കളുടെ പറുദീസിയെന്നോ പുഷ്പാലയമെന്നോ പേര് വിളിക്കാവുന്ന പൂക്കളെ സ്നേഹിക്കുന്ന കാർഷിക വൃത്തിയെ ജീവിതത്തിന്റെ നേരായി കാണുന്ന ഒരു നാടൻ കൃഷിക്കാരനെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഒരു സാധാരണ കർഷകനാണ് ഇയാൾ എന്ന് കരുതണ്ട. ഈ രംഗത്തെ ഗവേഷകനാണ് ഇദ്ദേഹം. ചാത്തമംഗലം പഞ്ചായത്തിലെ 15-ാം വാർഡിൽ വെള്ളന്നൂർ വിരിപ്പിൽ ദേശമാണിത്. ചെറുപുഴ ചെട്ടിക്കടവ് നൂണ്ടുകിടക്കുന്നതിന് കുറച്ചകലെയാണ് ഈ വീട്. വീട്ടുപേര് മേക്കടക്കാവിൽ. ബംഗളൂരുവിലെയും ഊട്ടിയിലെയുമൊക്കെ പുഷ്പോത്സവത്തിൽ പങ്കുചേർന്നവർക്ക് അവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലെയും ലാൽബാഗിലെയുമൊക്കെ ഗ്ലാസ് ഹൌസ് എന്ന പുഷ്പശയ്യ മനസ്സിൽ മായാതെ നിലനിൽക്കും. ഒരു ഗ്രാമത്തിലെ സാധാരണ പൂവിനെ സ്നേഹിക്കുന്ന ഒരാളുടെ വീട്ടുമുറ്റമാണിത്. സത്യത്തിൽ വെള്ളന്നൂർ ഗ്രാമത്തിലെ ഗ്ലാസ് ഹൌസ് എന്ന് നമുക്കിതിനെ പേരിട്ട് വിളിക്കാം. ഗവേഷണശാലകളിലിരുന്ന് പുതിയ ഇനം വിത്തും വിളയും വികസിപ്പിച്ചെടുത്ത് ശീലിച്ച ഗവേഷകരിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം കൃഷിയിടത്തിൽ ഇവിടത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ജീവിത സാഹചര്യത്തിൽ വളർത്തിയെടുക്കാവുന്ന ചെടികളെയും വിത്തുകളെയും വികസിപ്പിച്ചെടുക്കുകയാണ് മണി എന്ന ഗവേഷകന്റെ ഗവേഷണ ലക്ഷ്യം. കൃഷിയിലെ പരീക്ഷണം കാർഷിക പ്രധാനമായ ഒരവസ്ഥയാണ് അന്നും ഇന്നും. കൃഷി പരീക്ഷിക്കപ്പെടേണ്ടതല്ലെന്ന വാദത്തെ തീർത്തും എതിർക്കും മണി. കണ്ണിന് സുറുമയുടെ തണുപ്പ് പകരുന്ന പച്ചപിടിച്ച കാഴ്ചകൾ ഇവിടെ നമ്മെ അരം പിടിപ്പിക്കുന്നു. ആധുനിക കൃഷിരീതികളുടെയോ പുഷ്പമേഖലയിലെ പുതിയ പൂക്കളെക്കുറിച്ചോ ഒന്നും അത്ര വലിയ ജ്ഞാനമൊന്നും മണിക്കില്ല എന്ന് മണി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പുഷ്പശേഖരത്തിലെ ഇനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. സന്ധ്യയിൽ വിരിഞ്ഞ പൂവുകൾ 4 മണിക്ക് വിരിയുന്ന 4 മണിപ്പൂക്കൾ എന്നൊക്കെ നാം പറയാറുണ്ട്. എന്നാൽ നട്ടുച്ചയ്ക്ക് വിരിയുന്ന പൂവുണ്ട്. പേര് ഗസേനിയ. റോസാപ്പൂക്കളിൽ തന്നെ ഏകദേശം 100-ലധികം തരം ചെടികളുണ്ട്. ഇത് ഒരു റോസാ ചെടി, കാണാൻ ഭംഗിയുള്ള ഒരിനം. ഇത് അമ്പലവയൽ സർക്കാർ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇത് ഞാൻ നാട്ടിൻപുറത്ത് ടൈക്കോഡർമ, സ്യൂഡോമോണോസം, ചാണകപ്പൊടി എന്നീ വളങ്ങൾ പോട്ടി മിക്സർ ഉണ്ടാക്കി അതിൽ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലാവസ്ഥയിൽ വിളയുന്ന ഒരിനം പുഷ്പമാക്കി മാറ്റണം. അതിൻ്റെ ഡെവലപ്പിങ്ങിന് വേണ്ടിയാണ് ഞാനിത് വാങ്ങിച്ചു കൊണ്ടുവന്ന്. ഇത് ഇത്തരം 150 വെറൈറ്റികൾ എൻ്റെ അടുത്തുണ്ട്. ചെമ്പരത്തിയിൽ 15 ഇനമുണ്ട്. ചെമ്പരത്തിയുടെ 2 പുഷ്പങ്ങളെ ഇണയാക്കി പുതിയ ഇനം പൂവിന് വേണ്ടിയുള്ള ഗവേഷണത്തിലാണ് ഇപ്പോൾ മണി.
കള്ളിച്ചെടികളിൽ അപൂർവമായവയുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. പച്ചവെയിലിൽ നമ്മുടെ ചെടികൾ വാടിക്കരിയുമ്പോൾ അറേബ്യൻ ഇനങ്ങൾ വെയിലിൽ ഊർജ്ജസ്വലരാവുന്നു. ഡാൽവിയ, സാൽവിയ, ആസ്റ്റർ, ബോഗൺവില്ല, ചെമ്പരത്തി, 15 ഇനം ഡാലിയകൾ, സലേഷ്യ, വിങ്ക, മേരിഗോൾഡ്, സാഗോണിയ, ബാൾസം, ജർബറ, ഗ്ലാഡിയോല തുടങ്ങിയ വില കൂടിയ ഇനങ്ങളും മണിയുടെ പുഷ്പശേഖരത്തിൽ റെഡി. ഇനി ഇവരെ നമ്മുടെ നാട്ടുകാലാവസ്ഥയ്ക്ക് അനുയോജ്യരാക്കി മലയാളി മംഗമാരാക്കി മാറ്റുവാനുള്ള തീവ്രയജ്ഞ പരിപാടിയിലാണ് ഇപ്പോൾ മണി. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള മണിയെ 2008-2009 മികച്ച PTD ഫാർമറായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. 2010-2011 ഹരിതകീർത്തി പുരസ്കാരവും ഈ പ്രകൃതിയോപാസകനെ തേടിയെത്തി. റെയിൽവേയിൽ ഉദ്യോഗസ്ഥരായിരുന്ന M. രാമൻ നായരുടെയും കല്യാണി അമ്മയുടെയും മകനാണ് മണി. കഴിഞ്ഞ 40 വർഷക്കാലത്തിലേറെയായി മണി ഈ രംഗത്ത് ജീവിതം കഴിക്കുന്നു. ഭാനുമതിയാണ് ഭാര്യ. രജീഷ്, രൺഷി എന്നിവർ മക്കളും. അമ്മ കല്യാണിയും സഹോദരി ദേവിയും സഹോദരിയുടെ പുത്രി ഷർലിയും കുഞ്ഞൻ എന്ന യുവാവുമടങ്ങിയതാണ് ഇവരുടെ കർഷക കുടുംബം. ചില ചെടികളെക്കുറിച്ചുള്ള മണിയുടെ വിശദീകരണങ്ങൾ ഇങ്ങനെ. ഇത് അഡീന എന്ന് പറയുന്ന ചെടിയാണ്. കാണ്ഡം, ഈ ചെടിയുടെ കാണ്ഡത്തിനാണ് പ്രത്യേകത. കാരണം വിത്ത്, അഡീനത്തിന് വിത്താണിത്. വിത്ത് ഇതുപോലെ വിത്ത് മൂപ്പത്തുന്ന സമയത്ത് പൊട്ടി അപ്പൂപ്പൻ താടി പോലെ പാറിപ്പോവും. വളരെ ശ്രദ്ധിച്ച് വിത്ത് മൂപ്പത്തുന്ന സമയം വളരെ ശ്രദ്ധിച്ച് റബ്ബർ ബാൻഡോ നൂല് കൊണ്ടോ ഇങ്ങനെ കെട്ടിവെക്കണം. കെട്ടിവെച്ച് സൂക്ഷിച്ച് വിത്ത് നമ്മൾ ചകിരിപ്പൊടിയോ അല്ലെ പഞ്ഞിയിലൊക്കെ വെച്ചിട്ട് വേണം വിത്ത് മുളപ്പിച്ചെടുക്കുക. അങ്ങനെ വിത്ത് മുളച്ച് വരുന്ന തൈകൾക്ക് മാത്രമേ ഇത്തരം കാണ്ഡങ്ങൾ ഉണ്ടാവുള്ളൂ. ഈ നമ്മളിപ്പോൾ ചെടി ഇവിടെ മുറിച്ച് കട്ടിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളുണ്ടാവും, പക്ഷെ കാണ്ഡം ഉണ്ടാവില്ല. ഈ ചെടിയുടെ പ്രത്യേകത കാണ്ഡം ആണ്. കാണ്ഡം വളർന്ന് ഇങ്ങനെ ബോൺസൈ ആയി രൂപപ്പെടാൻ വർഷങ്ങളോളം എടുക്കും. ഒരു 10-20 വർഷം പ്രായമെത്തിയ അഡീനം എന്ന ചെടി അതിൻ്റെ കാണ്ഡത്തിന് ലക്ഷക്കണക്കിന് രൂപ വരെ വരും. അത് ചെടിയുടെ പ്രത്യേകതയല്ല, ഈ കാണ്ഡത്തിൻ്റെ ചെടിയെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഒരു വിലയാണത്. ചെടിയുടെ വില എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ബോൺസൈ രൂപത്തിലുള്ള ചെടികൾക്കെല്ലാം മാർക്കറ്റിൽ അത്തരം വിലകളാണ് ഇന്ന് കിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ചെടി, വളരെ ശ്രദ്ധ വേണം. വളരെ ചുരുങ്ങിയ ജലം മാത്രം മതി. കാരണം മരുഭൂമി ചെടികളാണ്. വളരെ ഉയർന്ന താപനിലയിൽ മാത്രം വളരുന്ന ഒരു ചെടിയാണിത്. മഴ തീരെ പറ്റില്ല. വളരെ ആകർഷകമായ പൂക്കൾ. ഇതൊരു നിറം പൂവ്, ഇതൊരു നിറം പൂവ്, പിന്നെ വ്യത്യസ്ത നിറങ്ങളുടെ തൈകൾ ഇവിടെ ഉണ്ട്, പൂവായിട്ടില്ല. ഇത് എനിക്ക് നാട്ടിലൊരു വീട്ടിൽ നിന്ന് കിട്ടിയ തയ്യായിരുന്നു. ആ തൈ കിട്ടി. ഞാൻ നേരത്തെ ഇത് കേരളസാക്കി കിട്ടും. അപ്പോൾ പൂവിനെ സ്നേഹിക്കുന്ന ചില മനുഷ്യർ വന്ന സമയത്ത് ഈ പൂവിൻ്റെ ഭംഗി കണ്ട് ഇതിൽ ഓരോ ദിവസവും വളർന്നു വരുന്ന ഈ താടി രോമങ്ങൾ ഒരു മഹാത്മാവിൻ്റെ സ്മരണനെ ഓർപ്പിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതിൻ്റെ രൂപം കണ്ടില്ലേ നിങ്ങൾ? ചെവി, അതുപോലെ അവയവങ്ങൾ ഓരോരോ ദിവസം വരുന്ന സമയത്ത് നിന്ന് വരുന്ന ഈ താടി രോമങ്ങൾ പോലെ ഒരു മഹാത്മാവിൻ്റെ, വാൽമീകി മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ അവിടെ സാദൃശ്യം എങ്ങനെയാണ് എന്നെ വർണ്ണിക്കേണ്ടത് എനിക്ക് അറിയാൻ പറ്റില്ല. അത്രയും എന്താ പറയുക, ഭംഗി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഈ പൂവിനെ പറ്റി പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൂവ് ധാരാളം ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പൂവാണ്.
ഈ ചെടിയുടെ പ്രത്യേകത അത് എല്ലാ വീടുകളിലുള്ളതാണ്. പക്ഷേ ഈ ചെടിക്ക് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ ചിത്രശലഭങ്ങൾ നാട്ടിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൂവ് വിരിയുന്ന നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ചിത്രശലഭങ്ങളും ഈ ചെടിയിൽ വന്ന് തേൻ കുടിക്കാൻ വേണ്ടി വരും. അപ്പോൾ ചിത്രശലഭങ്ങളുടെ ഒരു ശേഖരമാണ് ഈ ചെടി. അതുപോലെ നമ്മുടെ ചെറിയ കിളികൾ, ലവ് ബേർഡ്സ് പോലുള്ള ചെറിയ കിളികൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന പലതരം ചെറു പക്ഷികൾ, കുരുവികൾ എല്ലാം തന്നെ വന്ന് കൂടുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് ഈ ചെടിയുടെ പ്രത്യേകത വളരെയധികം പ്രാധാന്യമാണ് ഈ ചെടിക്ക്. ചിത്രശലഭങ്ങൾ ഈ പരിസരത്തുള്ള മുഴുവൻ ചിത്രശലഭങ്ങളും ഈ ചെടിയിലുണ്ടാവും. അതാണ് ഈ ചെടിയുടെ പ്രത്യേകത. മണി പുഷ്പങ്ങളുടെ കാവൽക്കാരൻ മാത്രമല്ല, ഏറ്റവും മികച്ച പച്ചക്കറി കൃഷിക്കാരൻ കൂടിയാണ്. ശീതകാല പച്ചക്കറികളായ കേരള മണ്ണിൽ വേരുപിടിക്കാൻ ഒട്ടേറെ പ്രയാസങ്ങളുള്ള കോളിഫ്ലവർ, കാബേജ്, ക്യാപ്സിക്കം, ബീട്രൂട്ട്, ക്യാരറ്റ്, പാലക്, റാഡിഷ് തുടങ്ങിയ പരദേശികളെയും വെള്ളന്നൂരിലെ മണ്ണിൽ വളർത്തിയെടുത്ത് മണി വിജയിച്ചു. 40-45 വർഷമായിട്ട് കൃഷിയിലൂടെ, കാര്യമായിട്ട് പച്ചക്കറി കൃഷിയിലൂടെ ഉപജീവനം കഴിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബമാണ് എൻ്റെ കുടുംബം. ഞാനും ഭാര്യയും 2 കുട്ടികളും അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. കാര്യമായിട്ട് നേന്ത്രവാഴ കൃഷിയും പച്ചക്കറി ഇനങ്ങളായ കയ്പയും പടവലവും വെള്ളരിയും കോവലും എല്ലാം ധാരാളമായി കൃഷി ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന ഉപജീവന മാർഗം, അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ്. ഈയിടെയായിട്ട് ശീതകാല പച്ചക്കറിയിൽ ശ്രദ്ധ തിരിഞ്ഞിട്ട് 4-5 വർഷമായി. വെജിറ്റബിൾ ഫ്രൂട്ട്സ് ആൻഡ് പ്രൊമോഷൻ കൗൺസിൽ കേരളം ചാത്തമംഗലം പഞ്ചായത്തിൽ വെള്ളനൂരിൽ സ്വാശ്രയ കർഷക സമിതി വഴി അതിലെ ഉദ്യോഗസ്ഥർ ശീതകാല പച്ചക്കറി ഇനങ്ങളായ കോളിഫ്ലവർ, കാബേജ്, ക്യാപ്സിക്കം, ബീറ്റ്റൂട്ട് എന്നീ ഇനങ്ങളുടെ വിത്തുകൾ എന്നെ കൃഷി ചെയ്യാൻ ഏൽപ്പിക്കുകയും കൃഷിരീതി അവർ പറഞ്ഞു തരികയും ചെയ്തു. ഈ അടിസ്ഥാനത്തിൽ 5 വർഷം മുമ്പ് വെള്ളനൂരിൽ ഞാൻ കോളിഫ്ലവറും കാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും ബീറ്റ്റൂട്ടും എല്ലാം വിളയിച്ച് നല്ല രീതിയിൽ വിളവെടുത്തതുകൊണ്ട് ആ വർഷങ്ങളിലെ PTD ഫാർമർ അവാർഡ്, പങ്കാളിത്ത ഗവേഷകനുള്ള അവാർഡ് കരസ്ഥമാക്കാൻ എനിക്ക് സാധിച്ചു. തുടർന്നും ശീതകാല പച്ചക്കറികളിലേക്ക് എൻ്റെ ശ്രദ്ധ കൂടുതൽ ആകർഷകമായി. കഴിഞ്ഞ വർഷം കോളിഫ്ലവർ, കാബേജ് തൈകളുടെ 2 ലക്ഷം തൈകൾ ഉൽപ്പാദിപ്പിച്ച് കേരളം മുഴുവൻ വിതരണം ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഈ വർഷവും ധാരാളമായി കോളിഫ്ലവർ, കാബേജ്, ക്യാപ്സിക്കം, പാലക്ക് ചീര, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, റാഡിഷ് എന്നിവ കൃഷി ചെയ്തു. വരും കാലത്ത് സവോള, ഉള്ളി ഇന്ന് ഇന്ത്യയിൽ തന്നെ വളരെയധികം വില പിടിച്ച ഒരിനം, കിട്ടാൻ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സവാള, ഉള്ളി. ഇതും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാം എന്ന പരീക്ഷണത്തിൽ ഞാൻ ഈ വർഷം സവാള പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ഇറക്കിയിട്ടുണ്ട്. ഈ തോട്ടത്തിൽ സവാളയുടെ ചെറിയ തൈകൾ രൂപാന്തരപ്പെട്ട് ഈ മാർച്ച് മാസം അവസാനമാകുമ്പോൾ അതിൽ ഉള്ളി ബോൾ രൂപത്തിൽ രൂപാന്തരപ്പെട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തീർച്ചയായും ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിലാണെങ്കിലും ഉള്ളി ഞാൻ കൃഷി ചെയ്ത് വിജയിപ്പിക്കും. വരുന്ന വർഷം 10 സെന്റ് സ്ഥലത്തെങ്കിലും വെള്ളനൂരിൽ സവാള കൃഷി ചെയ്ത് അമൂല്യമെന്ന് കാണുന്ന ഒരു പ്രത്യേക ഇനം കേരളത്തിൽ വിളയിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ.
നാട്ടുവിശേഷത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ, നാട്ടുവിശേഷങ്ങൾ, CTV, സെഞ്ചുറി കോംപ്ലക്സ്, മുക്കം. ഫോൺ നമ്പർ 229 71 90. ഇമെയിൽ ctv നാട്ടുവിശേഷങ്ങൾ@gmail.com. നമസ്കാരം.